നസറായൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് ബേത്ലഹേമിൽ പിറന്നെങ്കിലും മിസ്രൈമിലേക്ക് പോയെങ്കിലും തിരിച്ച് നസറേത്തിൽ വന്ന് പാർത്തു. നസറേത്ത് ഗലീലയോട് ചുറ്റിപ്പറ്റിയുള്ള ഒരു ദേശമാണ്. നമ്മൾ വായിച്ച വാക്യം തുടക്കം ഗലീലക്കാരായ 11 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് കർത്താവ് കൽപ്പിച്ച മലയിൽ വന്നു എന്നുള്ളത്. ആ ഗലീല മാത്രം ഒന്ന് പറഞ്ഞ് നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിക്കാനുള്ള സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഗലീല വളരെ പ്രസിദ്ധമായ ലെബാനോൻ ഹെർമോൻ മലകളിൽ നിന്ന് ജലധാരയായി പലയിടത്തു നിന്ന് ഒഴുകി വരുന്നത് യോർദാൻ എന്ന ഒരു നദിയായി മാറുകയാണ്. ആ നദി ഒഴുകി വന്ന് താഴെ ഒരു തടാകമാകുകയാണ്. കടലല്ല, ഒരു തടാകമാണ്. അതിന് അവര് ഗലീല കടൽ എന്ന് പേര് വിളിച്ചെങ്കിലും അർത്ഥാൽ അത് കടലല്ല. കാരണം 13.5 മൈൽ നീളവും 8 മൈൽ വീതിയും 150 അടി താഴ്ചയുമുള്ള ഒരു ശുദ്ധജല തടാകമാണ് ഗലീല കടൽ. പല പേരുകളിലാണ് അത് അറിയപ്പെട്ടത്. ഗലീല കടല്, തിബരിയാസ് കടല്, ഗന്നസരോത്ത് തടാകം, ദാവീദിലെ കിന്നരത്തിന്റെ പേര് ചേർത്ത് കിന്നരോത്ത്, ബെത്സയിദ തുടങ്ങിയ 5 പേരുകൾ അറിയപ്പെടുന്നത് ഒരു കടലാണ് ഗലീല കടൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞ. ഈ ഗലീല കടലിന് ചുറ്റും 9 പട്ടണങ്ങളാണ്. 9 പട്ടണങ്ങളാണ്. കോരശീൻ, കവർന്നഹൂം, മഗദ, കാന, തിബരിയാസ്, നസറേത്ത്, നയീൻ, ബെത്സയിദ, ഗദര തുടങ്ങിയ 9 പട്ടണങ്ങൾ. പ്രൈസ് ദി ലോർഡ്. കാന യഹൂദയിലുമുണ്ട്. അതുകൊണ്ടാണ് ഗലീലയിലെ കാനാവ് എന്നെഴുതിയേക്കുന്നത്. ഗലീലയിലും കാനാവുണ്ട്, യഹൂദയിലും കാനാവുണ്ട്. അപ്പോൾ ഈ 9 പട്ടണങ്ങളുള്ള ഈ ഗലീല തടാകത്തിൻ്റെ കടലിൻ്റെ ചുറ്റുമുള്ള ഈ പ്രദേശങ്ങളിലാണ് നസറേത്ത്. കർത്താവിൻ്റെ 36 അത്ഭുതങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയപ്പോൾ അതിൽ 19 അത്ഭുതങ്ങളും നടന്നത് ഈ ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ്. തൻ്റെ ഉപമകളിൽ ഏറിയ പങ്കും പറഞ്ഞത് ഈ സ്ഥലങ്ങളിൽ വെച്ചാണ്. ഇവിടുത്തെ ഗ്രാമീണ ഭാഷ മറ്റുള്ളവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഭാഷയാണ്. മറ്റുള്ളിടത്ത് നല്ല സ്റ്റാൻഡേർഡുള്ള യഹൂദയിലും ശമരിയുള്ള ആൾക്കാരുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരൊക്കെ താമസിക്കുന്നത് ഈ യഹൂദയിലാണ്. അവിടെ 2 പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളുണ്ട്, ഇഷ്ടം പോലെ കോളേജുകളുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ജ്ഞാനികൾ പാർക്കുന്ന സ്ഥലമാണ് യഹൂദ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഹീബ്രു നന്നായിട്ട് പറയാൻ അറിയാം, അവർക്ക് ഗ്രീക്ക് നന്നായിട്ട് പറയാൻ അറിയാം. ഇപ്പോൾ റോമൻ ആധിപത്യത്തിലായതുകൊണ്ട് റോമൻ ഭാഷയും അവർക്ക് പറയാൻ അറിയാം. നമ്മുടെ പഴയ വേദപുസ്തകത്തിൻ്റെ അക്ഷരങ്ങളൊക്കെ റോമൻ ലിപിയായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് അതറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ 3 ഭാഷയും ഉൾപ്പെടാത്ത ഭാഷയായിരുന്നു ഗലീലയിലെ ഭാഷ. പ്രൈസ് ദി ലോർഡ്. അരാമ്യ ഭാഷ. അതുകൊണ്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീയും ഗലീലക്കാരനാണോ എന്ന് ചോദിച്ച പുച്ഛ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യം. ഇനി നാട്ടുകാരുടെ അഭിപ്രായം നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരും. പൊതുവെയുള്ള പഴഞ്ചൊല്ല് ഗലീലയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേക്കുമോ? അർത്ഥാൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗലീല. ഇത് പണ്ട് നമ്മുടെ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ അരമനയും ആലയവും ഒന്നിച്ചു പണിതു. പണിയപ്പെട്ട അരമനയ്ക്കും ആലയത്തിനും സരളവൃക്ഷം വേണമായിരുന്നു. അതിന് അന്നത്തെ സീതോന്യ രാജാവായ, അന്നത്തെ ഏറ്റവും ധനമുള്ള സ്ഥലമാണ് സീതോൻ. സീതോന്യ രാജാവായ ഹീരാമനോട് പറഞ്ഞു, എനിക്ക് അല്പം തടി വേണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തോ സ്നേഹിത, ഇഷ്ടം പോലെ തരാമല്ലോ. അവൻ്റെ അരമനയ്ക്കും യെരൂശലേം ദേവാലയത്തിനുള്ള തടി മൊത്തം ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ
എല്ലാം കിട്ടി. ഇതിൻ്റെ ഡെഡിക്കേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവസാന്നിധ്യത്തിൽ ഇറങ്ങി ശലോമൻ അങ്ങനെ സന്തോഷമായിരുന്നു തീരുമാനിച്ച്, എനിക്ക് ഈ തടിയെല്ലാം ചുമ്മാ അതിന് ആ പുള്ളിക്കൊന്നും കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് ആ പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് ഹീരാമിനെ വിളിച്ചിട്ട് ഈ ഗലീല ദേശത്തെ 9 പട്ടണങ്ങൾ അദ്ദേഹത്തിന് സൗജന്യമായി കൊടുത്തു. അപ്പൊ തൻ്റെ രാജ്യത്തോട് ചേർക്കാൻ ഒരു 9 പട്ടണമുള്ള ഒരു രാജ്യം കൂടെ കിട്ടിയപ്പോൾ ചേർക്കാൻ വേണ്ടി സൈന്യസമേതം ഹീരാം ഈ ഗലീലയിൽ വന്ന് ഈ ഗലീലയിലെ ദേശങ്ങളൊന്ന് കണ്ടിട്ട് ശലോമോനെ വിളിച്ചൊരു പേരുണ്ട്, സഹോദര ശലോമോനെ. പെന്തിക്കോസുകാർ വിളിക്കുന്ന ഭാഷ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ. സഹോദര ശലോമോനെ, ഇത് ആർക്ക് വേണമെടാ, സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടു പോയി, കാബൂൾ ദേശം. അപ്പൊ ഗലീലയ്ക്ക് അങ്ങനെ ഒരു പേരുണ്ട്, എന്താണ്? ഡാർക്ക്നെസ്, അന്ധകാരം കുടികുത്തി വാഴുന്ന ദേശം, മരണത്തിൻ്റെ നിഴലുള്ള താഴ്വര. ആത്മക്കണ്ണുള്ള സൂക്ഷിച്ചു നോക്കിയാൽ മരണം ഇങ്ങനെ നടക്കുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. അജ്ഞതയുടെ ദേശം, അജ്ഞാനികളുടെ ദേശം. ഇനി ഇവർ അരാമ്യ ഭാഷ പറഞ്ഞാൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കൂടുതൽ പ്രസംഗങ്ങളും അരാമ്യ ഭാഷയാണ്. നല്ലല്ലേ പറഞ്ഞേ? നല്ല അല്ലല്ലേ പറയണം. ദൂതിലേക്ക് വരിക, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ ക്രൂശേ കിടന്നുകൊണ്ട് പറഞ്ഞതും അരാമ്യ ഭാഷയാ. ഏലോഹീം ഏലോഹീം ലമ്മാ ശബത്താനി എന്ന് പറഞ്ഞാൽ അരാമ്യ ഭാഷയാ. യഹൂദന്മാർക്ക് തോന്നി എന്തുവാ പറഞ്ഞ്, ഏലിയാവിനെ വിളിക്കുവാന്ന് തോന്നി. അത് അവർക്കൊന്നും ഈ ഭാഷ വലിയ പിടിയില്ല. ഒരല്ലേ പറഞ്ഞ്. ഇനി ഗലീലയെന്ന് തിരഞ്ഞെടുത്ത് ഈ 12 ശിഷ്യന്മാർക്ക് ഈ ഭാഷ വലിയ വശമില്ല. കാരണം വളരെ ലളിതമായ യേശു അരാമ്യ ഭാഷയെ പറഞ്ഞ് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. കുറച്ച് വഴി വീണു, കാക ഒത്തിക്കൊണ്ടുപോയി. കുറച്ച് പാറ സ്ഥലത്ത് വീണു, വേരില്ലാഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പോയി. കുറച്ച് മുള്ളിനിടെ വീണു, കിളുത്ത് വന്നെങ്കിലും മുള്ളു ഞെരുക്കുകയാൽ അതെല്ലാം ഞെരുങ്ങിപ്പോയി. കുറച്ച് മാത്രം നല്ല നിലത്ത് വീണു. അത് 30ഉം 60ഉം ലളിതമല്ലേ? അതിൻ്റെ ഹീബ്രു ഞാൻ പറയണോ? പറഞ്ഞേ മിണ്ടുന്നില്ല. ഈ കൊച്ചറേ വന്ന് ഞാൻ അതിൻ്റെ ഗ്രീക്ക് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഗ്രീക്കിൽ വിത്തെന്ന് പറഞ്ഞ് എന്നാന്ന് പറയണോ? പക്ഷേ ഈ ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. നിങ്ങൾക്ക് പിടികിട്ടി. ശിഷ്യന്മാർ വൈകിട്ട് വന്നപ്പോൾ രഹസ്യമായിട്ട് ചോദിക്കുക, ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന്. അവരുടെ ക്വാളിഫിക്കേഷൻ മനസ്സിലായോ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. ഇത്ര സിമ്പിളായ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ട് അവർ വൈകിട്ട് ചോദിക്കുക, ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആരാമ്യ ഭാഷയെ പറഞ്ഞാൽ പോലും അവർക്ക് അതിൻ്റെ പൊരുൾ തിരിക്കാൻ അറിയത്തില്ലാത്ത കുറേ പാവങ്ങളെയാണ് ശിഷ്യരാക്കി. പ്രൈസ് ദി ലോർഡ്. അവരുടെ പുറകിൽ DRO PRO REVO ഒന്നുമില്ലായിരുന്നു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നാടൻ ഗ്രാമീണ ഭാഷ പോലും ശരിക്കറിയത്തില്ലാത്ത 12 തിരഞ്ഞെടുക്കുന്ന ഉടനെ ഇച്ചിരി വിദ്യാഭ്യാസവും വിവരമുള്ള പുള്ളി രാത്രി വീട്ടിൽ വന്നായിരുന്നു. സ്തോത്രം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദീമോസ് എന്ന് പറഞ്ഞ ജ്ഞാനിയായ സന്നിധി സംഘത്തിൽ അംഗമുള്ള പണ്ഡിതനായ ഗുരുവായ ഉപദേഷ്ടാവ്, എല്ലാ ഭാഷയും പ്രസംഗിക്കാൻ അറിയാവുന്നതാണ്. ആ പുള്ളിയെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കണ്ടേ? അത് ന്യായമായിട്ട് ഈ 12 പേർക്കും അരാമ്യ ഭാഷ പോലും അറിയത്തില്ലാത്തപ്പം ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ള പുള്ളി ഇങ്ങോട്ട് കയറി വന്നാൽ പുള്ളിയെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കണ്ടേ? അവനോട് പറഞ്ഞു, നീ വീണ്ടും പുതുതായി ജനിക്കാൻ പറഞ്ഞു വിട്ടു. നിങ്ങൾ മിണ്ടുന്നില്ല. പിന്നെ കർത്താവ് വരുന്നവരെല്ലാം ചേർത്ത് അങ്ങ് പ്രസിഡന്റ് ആക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നീ പോയി പുതുതായി ജനിക്കണം, ജനിച്ചില്ല സ്വർഗരാജ്യം കാണത്തില്ലെന്ന് പറഞ്ഞു. ഒരല്ലലിയെ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി വന്നതെല്ലാം ചേർക്കുന്നില്ല. കർത്താവ് ബോധിച്ചവരെ തെരഞ്ഞെടുത്ത് ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നീ പ്രാർത്ഥിച്ചിരുന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമടിച്ചോ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ദൈവത്തിന് ഇവിടുത്തെ ഏതെങ്കിലും കഴിവുകളല്ല വിഷയം. Oh, hallelujah. Praise the Lord. Praise the Lord. നല്ല സ്നേഹിതന് കർത്താവിനുണ്ടായിരുന്നു. ധനാഢ്യനായ പരീശനായ ശീമോൻ കർത്താവിനെ ഡിന്നറിന് വിളിച്ചു. അപ്പൊ നല്ല കാശുള്ള ആളുകളെ ആർക്കറിയാം? കർത്താവിനറിയാം. മർക്കോസിന്റെ മാളിക മുറി കർത്താവിന്റെ സ്നേഹിതന്റെ വീടാണ്.
ഇവിടെ ഹൈ റേഞ്ചിൽ ഏലക്കായിയൊക്കെ നല്ല വില, കുരുമുളകിനും നല്ല വില. നിങ്ങളൊക്കെ നല്ല കാശുകാരായി കാണും, എനിക്കറിയത്തില്ല. പണ്ടിവിടെ 5 രൂപയ്ക്ക് ഒരു ഇതിൻ്റെ ഭൂമി കിട്ടുമെന്ന് എൻ്റെ വല്യപ്പൻ പറഞ്ഞു. ഞങ്ങൾക്ക് കമ്പംമേട്ടി സ്ഥലമുണ്ടായിരുന്നു, മണ്ടംമേട്ടി. അന്നത്തെ അറിവാണ്. അതെല്ലാം വിറ്റ് പറക്കി അവർ നാട്ടിൽ പോകുന്നു. അപ്പോൾ അന്ന് 5 രൂപയ്ക്കൊക്കെ സ്ഥലം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് 5 രൂപയ്ക്ക് വിലയുണ്ട്. എനിവേ, എന്നാലും 120 പേർക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കാവുന്ന ഒരു ഹോളുള്ള വീട് ആർക്കുണ്ട് ഇവിടെ? ഹൈ റേഞ്ചിൽ ഈ കോമഡിയിലുള്ളതുകൊണ്ട് കയ്യിൽ നിന്ന് പോയിക്ക്. 120 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന വീട്, ഹോളല്ല. നിങ്ങളുടെ വീടിനകത്ത് 120 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന റൂമുണ്ടോ? ഇല്ല. മർക്കോസിനുണ്ടായിരുന്നു. 2000 വർഷം മുമ്പേ 120 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന റൂം മർക്കോസിനുണ്ടായിരുന്നെന്ന്. അന്ന് ഡിസ്പോസബിൾ ഗ്ലാസ് ഇല്ല, ഡിസ്പോസബിൾ പ്ലേറ്റ് ഇല്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാം ഇരിക്കുന്നത് എന്തുവാ? ഈ എല്ലാവരുടെയും വീട്ടിൽ ഷോക്കേസ് ഉണ്ട്. ഷോക്കേസ് ഷോയുള്ള പൂക്കളൊക്കെ വെക്കാനാണ്. പക്ഷേ പിള്ളേർ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഗ്ലാസും പ്ലേറ്റും വെച്ചേക്കും. അത് കൊണ്ടുവന്ന് വെച്ചതിന് പാറ്റ കാട്ട വെച്ചിരിക്കുന്നതല്ലാതെ എടുക്കത്തില്ല. എന്നിട്ട് കഴിക്കുന്ന ഡിസ്പോസബിളിനകത്താണ്. നീ ചാകുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും അതിനകത്ത് ആഹാരം കഴിക്കണം. ഇവിടെ അല്ലല്ലേ പറഞ്ഞേ? പിന്നെ ഗസ്റ്റ് പാർസൊക്കെ വരെ കൊടുക്കുന്ന ഡിസ്പോസബിളിനകത്ത്. അപ്പം വല്ലപ്പോഴും നല്ല ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് വെള്ളം നീ എന്ത് ചെയ്യണം? കുടിച്ചേച്ച് ചാക്. ഞാൻ സന്തോഷം കൊണ്ട് പറയാം, ഇത് അലമാരി വെക്കാനുള്ള സാധനം അല്ല അല്ല അല്ല. സ്തോത്രം. ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയാം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഷുഗറൊക്കെ വന്നാൽ പിന്നെ ഇതൊന്നും കഴിക്കാനൊക്കത്തില്ല. കഴിക്കാൻ ഒക്കുമ്പോൾ നീ വല്ലതും കഴിച്ചോണം. ചന്തയിലും മത്തിയും ചാളയും കിളിമീനും തന്നെയല്ല, അത്യാവശ്യമുള്ളപ്പോൾ എപ്പോഴും വേണ്ട. നെന്മീനും മോദയും ആവോലിയൊക്കെ ഉണ്ട്. എപ്പോഴും ഈ കമ്പം പാസ്റ്റ് മാത്രമല്ല, ആട്ടിറച്ചിയുണ്ട്. എന്നും വേണ്ട.